കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ആഗ്രയിലും പരിസരത്തും നടക്കുന്ന വ്യാവസായിക മലിനീകരണം താജ്മഹലിനെയും ശക്തമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അന്തരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞനും താജ്മഹലുമായി ബന്ധപ്പെട്ട മലിനീകരണ പ്രശ്നങ്ങൾ പഠിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതിയിലെ അംഗവുമായിരുന്ന DK जोशी ഒരു വർഷം മുൻപ് പറഞ്ഞത് കേൾക്കുക. ताज के दोनों तरफ आपने देखा होगा कि जिस तरह से पूरे आगरे की गंदगी गिरती है उससे जो मीथेन गैस निकलती है, आप ताज के पीछे आप खड़े नहीं हो सकते हैं. ഇന്നും താജ്മഹലിന്റെ പരിസരം അതുപോലെയൊക്കെ തന്നെ. കേന്ദ്രത്തിന്റെ വിലക്ക് നിലനിൽക്കുമ്പോഴും മേഖലയിൽ കറുത്ത പുകതുപ്പുന്ന തുകലടക്കമുള്ള വ്യവസായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. മെലിഞ്ഞൊട്ടിയ യമുനയിൽ അങ്ങിങ്ങായുള്ള വെള്ളക്കെട്ടുകളിലാകട്ടെ ചത്ത പശുവിന്റെ ജഡമടക്കമുള്ള മാലിന്യ കൂമ്പാരങ്ങൾ. ഇവ നദീതീരത്തിട്ട് കത്തിക്കുന്നതും തുടരുന്നു. നിരത്തുകളിൽ വർദ്ധിക്കുന്ന ഡീസൽ വാഹനങ്ങളുടെ പുകയും താജ്മഹലിന്റെ പ്രഭ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. താജ്മഹലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നുണ്ട്. ഇതോടൊപ്പം മലിനീകരണ നിയന്ത്രണ പ്രവൃത്തികളും കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ വെണ്ടക്കൽ താജ്മഹൽ അതിവേഗം ഓർമ്മയാകുമെന്ന് വ്യക്തം. ക്യാമറ പേഴ്സൺ CR രജിത്തിനൊപ്പം TK റാഷിദ്.